രാഹുൽ ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്ത ആളാണ്. അപ്പം രാഹുലിന് തോന്നുന്ന എന്ത് ഘടകമായിരിക്കും രാഹുലിനെ എപ്പോഴും പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സഹായിച്ചത്? ഞാൻ 6 അറ്റംപ്റ്റിലും ഐലൻഡ് റെസിഡൻസ് മാത്രമാണ് ചെയ്തത്. നമ്മൾ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്, അപ്പോൾ അതിൻ്റെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. സിസാറ്റ് സിമ്പിൾ ആണല്ലോ. സിസാറ്റ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ വേണം ലൈക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. അത് 40, 44, 48. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇത്തവണ സിവിൽ സർവീസ് റാങ്ക് കരസ്ഥമാക്കിയ ഐലൻഡിൻ്റെ 3 സ്റ്റുഡൻസ് ആണ്. രാഹുൽ രാഘവൻ, ആദിൽ ഷുക്കൂർ, കിരൺ ജി. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 പേരും റൂംമേറ്റ്സും കൂടെയാണ്. ഇവരുടെ കഥകളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങൾ റൂംമേറ്റ്സ് ആയതെന്ന് പറയാം? ഞാനിവിടെ CET-ലാണ് പഠിച്ചത്. അപ്പോൾ 2018 ഞാൻ CET-ന്ന് പാസ് ഔട്ട് ആയിരുന്നു. അതിനുശേഷം ഞാൻ 1 ഇയർ വർക്ക് ചെയ്യുമായിരുന്നു. 1 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം 2019 ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നത്. അപ്പോൾ വന്നിട്ട് ഒരു 2 മാസം ഞങ്ങൾ ഇവിടെ വീട് ശരിയാത്തതുകൊണ്ട് ഒരു റൂമിൽ കുറച്ച് ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 2-3 മന്ത്സിന് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് കിട്ടി. അപ്പോൾ ഞാനാണ് അവിടെ ആക്ച്വലി ആദ്യം എത്തുന്നത്. അപ്പം അന്ന് വേറെ 2-3 പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കോവിഡ് ടൈം ആയപ്പോൾ അവരെല്ലാവരും വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഞാനും എൻ്റെ ഒരു വേറെ ഫ്രണ്ട്, നമ്മൾ വാസു എന്ന് വിളിക്കും, ശരിക്കുള്ള ഒരു സ്കന്ദകൃഷ്ണൻ എന്നാണ്. അപ്പോൾ അത് വിളിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ വാസു എന്നാണ് വിളിക്കുന്നത്. വാസു ഇപ്പം US-ലാണ്. അപ്പം അവന് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് വീണ്ടും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ലോക്ക്ഡൗണിന് ശേഷം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം രാഹുലും വന്നു, പിന്നെ അതുപോലെ തന്നെ അഭിജിത്തും ഇങ്ങോട്ടേക്ക് വരികയാണ് ഉണ്ടായത്. ഇപ്പം അഭിജിത്ത് നിലവിൽ ഇപ്പം KS കിട്ടി അവൻ സർവീസിലുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് കിരൺ ഇങ്ങോട്ടേക്ക് വരുന്നത്. കിരണിനെയും എനിക്ക് മുന്നേ, ഇപ്പോൾ രാഹുലിനെ എടുക്കുകയാണെങ്കിൽ രാഹുലിനെ എനിക്ക് മുന്നേ അറിയായിരുന്നു. നമ്മൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു. അതുപോലെ തന്നെ അവിടെയും ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. പിന്നെ ഇവനെ എടുക്കുകയാണെങ്കിൽ ഇവൻ നമ്മുടെ PCM ബാച്ച് ഇവിടെ ഐലൻഡിൽ ചെയ്തപ്പം നമ്മൾ ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയത്തിലാണ് ഇവനും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ആദ്യം ഞാൻ അവിടെ വരുന്നു, പിന്നെ അതിനുശേഷം രാഹുൽ വരുന്നു, പിന്നെ കിരണും കൂടെ വരികയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ 3 ഒരു 3-4 കൊല്ലം നമ്മൾ ഒരുമിച്ചായിരുന്നു കുറേ നാൾ. സോ ഈ സിവിൽ സർവീസ് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള കാര്യമാണ്, പല സ്റ്റേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒന്നിച്ചായിരുന്ന കാലഘട്ടം എങ്ങനെയാണ് നിങ്ങളുടെ പഠനത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തത്? അത് ശരിക്കും അത്യാവശ്യം നമ്മളിപ്പം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ഒട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയറമെൻ്റ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നമുക്കിപ്പം പ്രിപ്പറേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുറച്ചധികം എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു, കുറച്ചധികം കാലം എടുത്തു. അത്ര എൻജോയ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നാലും അത്യാവശ്യം എൻജോയ് ചെയ്ത് ഭയങ്കര സ്ട്രെസ് ഇല്ലാതെയാണ് പഠിക്കാൻ വേണ്ടി സാധിച്ചത്. ഇപ്പം നമ്മളവിടെ നിൽക്കുന്നിടത്താണെങ്കിലും നമ്മൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട്. ഇപ്പം നമ്മൾ 3 അല്ല, നമ്മുടെ വേറെയും ഫ്രണ്ട്സ്, മറ്റേ ശ്രാവൺ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്, നമ്മൾ ജപ്പാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ശ്രാവൺ, ഷെയ്ന, ഇവരെല്ലാവരും വരുമായിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ അവിടെ നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ വേറൊരു ഫാമിലി ഉണ്ട്. അവിടെ ഒരു കൊച്ചുകുട്ടി, ഇപ്പോൾ വലുതായി, ലച്ചു എന്നാണ് വിളിക്കുന്നത്, ലേഖ ചേച്ചിയും പിന്നെ GK ചേട്ടൻ, അവരെല്ലാവരും നമ്മൾ ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മളിടയ്ക്ക് കോമൺ ആയിട്ട് അവിടെ പോയി ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഫ്രണ്ടിൽ ക്രിക്കറ്റ് കളിക്കും. ഒരു ചെറിയ യാടാണ്, ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ അവിടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കും. സ്ട്രെസ്ഡ് ആകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ടൈം പീരീഡിൽ എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിയായിരുന്നു പരിപാടി. പഠിച്ചു കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കും, പിന്നെ വന്ന് അടുത്ത സെറ്റ് ഓഫ് പഠനം, പിന്നെ നടക്കാനും പോകുന്നു. അങ്ങനെ ഒരു രസമായിരുന്നു മൊത്തത്തിൽ അവിടെ ഉള്ളൊരു ലൈഫ്. കൂടുതലും കോവിഡ് ടൈമായിരുന്നു നമ്മൾ ഈ പാറ്റേൺ ഫോളോ ചെയ്തത്. കാരണം നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ വീടിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ ഒരു 9 തൊട്ട് ഉച്ചവരെ ആഹാരം വെക്കും വരെ ഒരു റൗണ്ട് പഠിത്തമുണ്ട്. ആഹാരം വെക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അടുത്ത റൗണ്ട് ഓഫ് ലൈക്ക് ആ ഒരു കിച്ചണിനകത്ത് നമ്മുടെ കലാപരിപാടികൾ. എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ രാഹുലണ്ണായിരിക്കും അരി കഴുകുന്നത്, കുക്ക് ചെയ്യുന്നത് ശുക്രനായിരിക്കും, വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. ആ സമയത്ത് പോലും നമുക്ക് ആ ദിവസത്തിൻ്റെ ഒരു ടൈം ടേബിൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് കളിക്കാനുള്ളതാണ്, അത് നടക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതിൽ നന്നായിട്ട് കുക്ക് ചെയ്യും. അവൻ കുക്കിംഗ് ഒക്കെ ഹോബി വെക്കാറുണ്ട്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അവന് ഈ ഉരുളക്കിഴങ്ങിനോട് കുറച്ച് ഒബ്സഷൻ ഉണ്ട്. എപ്പോഴും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാവും, അത് കഴിച്ച് കഴിച്ച് മടുത്തിരുന്നു. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നില്ല, വെക്കാൻ പറ്റുള്ളൂ. അതെ, ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങനെ പല രീതിയിൽ നമുക്ക് വെക്കാം. മഞ്ഞ കളർ, റെഡ് കളർ, പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഉരുളക്കിഴങ്ങൊക്കെ. നിങ്ങളുടെ ഈ പഠനം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തത്? അതായത് ഇപ്പം രാഹുലിനെ നോക്കുകയാണെങ്കിൽ രാഹുൽ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ പോയി, പിന്നീട് എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. മിക്ക വർഷങ്ങളിലും, ഒരു വർഷം ഒഴിച്ച് എല്ലാ വർഷങ്ങളും ഇൻ്റർവ്യൂവിനും പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഇപ്പം കിരണെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറയാം? ഞാൻ 21-ലാണ് റൂമിൽ വരുന്നത്. അപ്പം രാഹുലായിട്ട് ഞാൻ പരിചയമില്ലായിരുന്നു, ചേട്ടൻ വീട്ടിലും ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് റൂമിലോട്ട് വന്നു, ഒഴിവുണ്ട്, അങ്ങനെ എത്തിച്ചേരുക. അപ്പോൾ ഞാൻ ഒരു ദിവസം രാഹുലിന് ആദ്യമായിട്ട് കാണാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ഐലൻഡ് തന്നെയാണ്, ഞാനും അവിടെ തന്നെയാണ്. അപ്പോൾ ചേട്ടാ ആ ഒരു മൈൻഡായിരുന്നു.
മനസ്സിലായി നമ്മുടെ അതേ വൈബിലുള്ള ആൾക്കാരാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ തുടക്ക സമയത്ത് എനിക്ക് പ്രിലിംസ് കിട്ടി, ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഏത് ഡൗട്ട് ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ 2 ആൾക്കാരുണ്ട് എനിക്ക്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റൂമിൽ രാഹുലേട്ടനുണ്ട്, അടുത്ത റൂമിൽ ആദിലേട്ടനുണ്ട്. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പ്രിലിംസിന് ഒരു ചെറിയ ഡൗട്ടായിട്ട് ഒരിടത്ത് പോയാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ ഉത്തരം പറഞ്ഞു തന്നിട്ട് ആ ഒരു 5 മിനിറ്റിനുള്ളിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ബിറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിരിക്കും. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ അയച്ചു തന്നിരിക്കും. അതിപ്പോഴും ഈ അറ്റംപ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ പോലും ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചാൽ പുള്ളി ഉത്തരം പറയും, അത് ഉത്തരമാണ്. പക്ഷെ എന്നാലും അതിന് കൺവിക്ഷനോട് അയക്കാൻ വേണ്ടി ഒരു ബിറ്റ് അയച്ചു തന്നിരിക്കും. അപ്പോൾ അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് അവിടെ പ്രിലിംസിൽ കിട്ടിയത്. അപ്പം പക്ഷേ എനിക്ക് പ്രിലിംസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ മെയിൻസിലുള്ള സമയത്ത് ഞാൻ ആൻസർ കൊണ്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു 2 റൂംമേറ്റ്സിൻ്റെ കാര്യം എനിക്ക് നല്ല മെൻറ്റേഴ്സിനാണ് എനിക്ക് കിട്ടിയത്. ഏത് പാതിരാത്രിക്ക് പോയി ചോദിച്ചാലും ഉത്തരം പറഞ്ഞു തരാൻ 2 പേരുണ്ട്, വേറെ വഴിയില്ല. എന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്, അല്ലെങ്കിൽ പോകുന്നില്ലല്ലേ. അപ്പം അതുവരെ ഒരാളെ കാണിക്കുമ്പം അയാളുടെ ഐഡിയാസ് പറഞ്ഞുതരും, അതേ ഐഡിയാസ് അടുത്ത ആളും പറഞ്ഞുതരും. അപ്പോൾ ആൻസർ റൈറ്റിംഗ് അല്പം കൂടി ഡെവലപ്പ് ആക്കാൻ എനിക്ക് പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും നല്ല ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രിലിംസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ ഒരു ബെറ്റ് വയ്ക്കും, നീ ടെസ്റ്റിന് 100 മാർക്കിന് കൂടുതൽ മേടിച്ചാൽ ബിരിയാണി മേടിച്ചു തരാമെന്ന്. അപ്പോൾ അതൊരു ഭാഷയായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ ടെസ്റ്റ് മേടിക്കും, ചേട്ടാ 99 മാർക്കേ ഉള്ളൂ, ബിരിയാണി കിട്ടുമോ? അതില്ല, 100 മാർക്കേ പറ്റത്തുള്ളൂ. പിന്നെ മാപ്പിൻ്റെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ആണ് ശരി, നമുക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ചേട്ടന്മാരുണ്ടല്ലോ, പിന്നെ പെട്ടെന്ന് അവർ അപ്രോച്ച് ചെയ്യാം, അപ്പോൾ തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അത് ശുക്രനാണെങ്കിൽ കടന്നുകൊണ്ടൊക്കെ ആയിരിക്കും അത് ഫീഡ്ബാക്ക് തരുന്നത് പോലും. ഒരു സീരിയസ്നെസ് ഇല്ലെങ്കിലും പക്ഷെ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു ഭംഗിയായിരുന്നില്ല. പിന്നെ ഇത് നമ്മൾ ഇപ്പം ഇതൊക്കെ അൺഒഫീഷ്യലായിട്ട് പറഞ്ഞാലും ഇവൻ ഐലൻഡിൽ വീണ്ടും ഒരു വട്ടം PCM ബാച്ച് എടുത്തായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ വീണ്ടും ഒഫീഷ്യലായിട്ടും ഇവൻ എൻ്റെ മെൻറ്റിയായിരുന്നു. ഇവനെ എനിക്ക് പഠിപ്പിക്കാനും പറ്റി. അപ്പം ഒഫീഷ്യലായിട്ട് മെൻറ്റിയായി. പിന്നെ MDS എടുത്തപ്പോൾ ഒഫീഷ്യലി ഇവൻ ഞാൻ ചോദിച്ച് മേടിക്കുകയായിരുന്നു. അപ്പം എനിക്ക് 2ാമത്തെ വട്ടം ഐലൻഡിൽ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ PCM മെൻറ്റർ ആദിലേട്ടൻ തന്നെ വേണമെന്ന് പറഞ്ഞു. പ്രിലിംസ് ക്ലിയർ ചെയ്യും MDS ആയപ്പോൾ രാഹുലേട്ടൻ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അതാകുമ്പോൾ അപ്രോച്ചബിലിറ്റി ഭയങ്കര കൂടുതലാണ്, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 22-ന് മുന്നേ എനിക്ക് പോസ്റ്റ് ഓഫീസ് ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് വെറുതെ ഇത് മെസ്സേജ് വന്നു, യുവർ റിക്രൂട്ടഡ് ഇൻ ഇന്ത്യ പോസ്റ്റ്. ചേട്ടാ ഞാൻ ഈ ജോലിക്ക് പോകണോ വേണ്ടതെന്ന്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ജോലിക്ക് വെക്കോ, പോയിരുന്ന് പഠിക്കാം, ഓക്കെ. ഞാൻ തന്നെയാണ് 10 മാസം കഴിഞ്ഞ് ജോലി റിസൈൻ ആയത്. അപ്പോൾ ഞാൻ ചോദിച്ച് റിസൈൻ ചെയ്തോ. പിന്നെ നമുക്ക് പല ബിസിനസ് പ്ലാൻസും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുക്കിംഗ് സമയത്ത്. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുക്കിംഗ് വീഡിയോ ടിപ്സ് ഇടാന്നൊക്കെ പറയാം. അപ്പോൾ സംസാരമുണ്ട്. അപ്പോൾ റിപ്ലൈ ആയിരുന്നു ഇങ്ങനെ, നീ എന്തിനാ അവിടെ വന്നത്, മന്ന കാര്യം മറന്നു പോവല്ലേ. അങ്ങനെ കുറെ ഐഡിയാസ് ഒക്കെ കൂടി അങ്ങനെ പോവും. ശിവ വേറൊരു വീഡിയോയില് മോട്ടിവേഷൻ പറഞ്ഞ വേറൊരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഓരോ അറ്റംപ്റ്റ് തോറ്റോണ്ടിരിക്കുമ്പോഴും അവന് ഇനി എഴുതാൻ മോട്ടിവേഷൻ വന്നത് അപ്പുറത്തെ റൂമിൽ ഞാൻ തോറ്റോണ്ടിരിക്കുന്നു, ഇപ്പത്തെ റൂമിൽ അതിന് തോറ്റോണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ പിന്നെ ഞാനെന്തിനാ വെറുതെ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ റൂംമേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. കാരണം എൻ്റെയും ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എൻ്റെയും പല റൂംമേറ്റ്സും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സുജിത് ദാസ് IPS എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. പിന്നെ അലി അബൂബക്കർ, പിന്നെ വിഷ്ണു പ്രദീപ്, പിന്നെ വേറൊരു കിരൺ, മറ്റൊരു കിരൺ IRS ആണ്. ഇവരൊക്കെ എൻ്റെ മീൻസ് ഒരേ റൂമിൽ എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു പല കാലഘട്ടങ്ങളിൽ. ഇതിൽ 2-3 പേര് ഒന്നിച്ച് ഒരേ സമയത്തുണ്ടായിരുന്നു. അതുകൂടാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഐലൻഡ് തന്നെ മുന്നേ കാലഘട്ടങ്ങളിൽ ഇതുപോലെ റൂംമേറ്റ്സുകൾ ഒന്നിച്ച് ക്ലിയർ ചെയ്ത അല്ലെങ്കിൽ എല്ലാവരും ക്ലിയർ ചെയ്യുന്ന ഇങ്ങനത്തെ ഹൗസുകളുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തൃശ്ശൂർ കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ IAS, അതുപോലെ മഹാരാഷ്ട്ര കേഡറിലുള്ള വിവേക് ജോൺസൺ IAS, ജിതിൻ റഹ്മാൻ IAS, ഇവരൊക്കെ റൂംമേറ്റ്സ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ മറ്റൊരു വീട്ടിലും ഇതുപോലെ ഭയങ്കര സക്സസ് റേറ്റ് ഉള്ള വേറൊരു ഹൗസും ഉണ്ടായിരുന്നു. അവിടെ ഇജാസ് അസ്ലം IFS, റോജ് ജോൺസ് IRS, പിന്നെ രോഹിത് നന്ദകുമാർ KAS, കൂടാണ്ട് ഒരു ഷബീർ, ഹീസ് ഓൾസോ IFS. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലി ഒരു മ്യൂച്വൽ ഇൻഫ്ലുവൻസ് പ്ലസ് എന്താണ് നമുക്ക് ഒരാൾക്ക് കിട്ടുമ്പോൾ നമുക്കൊരു വാലിഡേഷൻ ആണല്ലോ, നമുക്ക് അറിയാം അവരെന്താണ് ചെയ്തതെന്ന്. അപ്പോൾ അത് തന്നെ എനിക്കും ചെയ്യാൻ പറ്റുമെന്നും എനിക്കും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം. നമ്മുടെ ഭയങ്കര രാശിയുള്ളൊരു റൂമാണ്, എല്ലാവരും നല്ല നിലയിൽ എത്തി പഠിച്ച് ഇവിടെ സിവിൽ സർവീസ് ക്ലിയർ ആയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ്. ഇതല്ലാതെ ഇപ്പോൾ റീസെന്റ് അക്ഷയ് ഉണ്ടായിരുന്നു. അക്ഷയ് നമ്മളിവിടെ കോളേജ് മുന്നിൽ റൂമിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അക്ഷയ് റീസെന്റ് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റിയിൽ AE ആയിട്ട് കയറി. അവനിപ്പം തലശ്ശേരി കണ്ണൂർ ധർമ്മടത്താണ് അവൻ്റെ പോസ്റ്റ്. പിന്നെ അല്ലാതെ നിതീഷ് ഉണ്ടായിരുന്നു, അവനിപ്പോൾ MVD ആയി. അപ്പം അവിടെ താമസിക്കുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് സർവീസിൽ പോയിട്ട് കയറുന്നുണ്ട്.
ഇനി വേണമെങ്കിൽ ഓണറിന് ഭാവിയിൽ വാടകയ്ക്ക് ഇത് പറഞ്ഞ് കൂട്ടാം. ഓണറിന്റെ പേര് ജയചന്ദ്രൻ ചേട്ടൻ എന്നൊക്കെയാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിൽ നോർമലി ബാച്ചിലേഴ്സിന് അങ്ങനെ വീട് കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ നമ്മൾ കുറെ പറഞ്ഞ് പിന്നെ നമ്മുടെ നല്ല സ്വഭാവമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കംപ്ലൈന്റ് വന്നപ്പോൾ പുള്ളി ഡിഫെൻഡ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സൈഡിലേക്ക് പോകാം. അതായത് പ്രിലിംസ് നോക്കുകയാണെങ്കിൽ രാഹുൽ ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്ത ആളാണ്. അപ്പം രാഹുലിന് തോന്നുന്ന എന്ത് ഘടകമായിരിക്കും രാഹുലിനെ എപ്പോഴും പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സഹായിച്ചത്? എനിക്ക് തോന്നുന്നു ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് ബേസിക്സ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ബേസിക്സിൽ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ അഭിജിത്തും ഞാനും ഒരു കിരൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും കൂടിയിട്ടായിരുന്നു ഒന്നാമത്തെ അറ്റംപ്റ്റ് ഒന്നിച്ച് പഠിച്ചിരുന്നത്. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവരുടെ കൂടെ. അപ്പോൾ ആ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ ഭയങ്കര നന്നായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഞാനും അഭിജിത്തും കിരണും ഒരേ ക്ലാസ്സിലായിരുന്നു ഐലൻഡിൽ PCM ബാച്ചിൽ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് പഠിച്ചു. ബേസിക്സ് ഒക്കെ തറവാക്കി. ടെസ്റ്റ് സീരീസിന് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നതൊക്കെ നോക്കി. ക്ലാസ് ടെസ്റ്റുകൾക്കാരാ ഒന്നാമത് വരുന്നത് നോക്കി. അഭിജിത്ത് 2 പ്രാവശ്യം ഒന്നാമത് വന്നു, ഞാനൊരു പ്രാവശ്യം ഒന്നാമത് വന്നു. ഒരു രസമുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇച്ചിരി ചൈൽഡിഷ് ആയിട്ടാണെങ്കിലും കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ബേസിക്സ് ഒക്കെ തറവായിട്ട് വന്നു. അപ്പോൾ അത് പിന്നീട് വന്ന എല്ലാ അറ്റംപ്റ്റ്സിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിവൈസ് ചെയ്യാൻ ഒരുപാട് സമയം കളയേണ്ടി വരാറില്ല യൂഷ്വലി ആ ഒരു ഹാർഡ് വർക്കിൻ്റെ പുറത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഒരു ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റും കാമായിട്ട് എഴുതാൻ പറ്റിയെന്നുള്ളതാണ്. ഒന്നാമത്തെ അറ്റംപ്റ്റ് ഞാൻ എന്തായാലും വീട്ടുകാരോടൊക്കെ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പോയി എഴുതുന്നത്. കിട്ടില്ല, അങ്ങനെ കിട്ടാറൊന്നുമില്ല ആർക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കര ലാവിഷായിട്ട് ചുമ്മാ പോയി എഴുതിയാണ്, കിട്ടി. സെക്കൻഡ് അറ്റംപ്റ്റും തേർഡ് അറ്റംപ്റ്റും കൊറോണയുടെ ഇടയിലായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് കൊറോണയുടെ ഇടയിലായിരുന്നു. അപ്പം അത്ര നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതും ഞാൻ നേരത്തെ വീട്ടുകാരോട് പറഞ്ഞു, ഇത്തവണ എനിക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, പ്രതീക്ഷിക്കരുത്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതും കുറച്ച് കാമായിട്ട് പോയി എഴുതാൻ പറ്റി. മൂന്നാമത്തെ അറ്റംപ്റ്റ് ഇച്ചിരി ടഫായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ട് അല്ല, ഒരു ടെൻഷൻ്റെ പുറത്താണ് എഴുതിയത്, എന്നാലും കിട്ടി. പിന്നീട് വന്ന 3 അറ്റംപ്റ്റും ഞാൻ കിട്ടിയില്ലെങ്കിലും ബ്രേക്ക് എടുക്കാം, ഇനി ബ്രേക്ക് എടുക്കാം, ഒരു വർഷം കുറച്ച് നാളായല്ലോ, ബ്രേക്ക് എടുത്തിട്ടൊന്ന് റീഎനർജൈസ് ചെയ്തിട്ട് പഠിക്കാം എഴുതാം എന്നുള്ളൊരു ഫോക്കസിലായിരുന്നു എഴുതിയത്. എസ്പെഷ്യലി 4ാമത്തെ 5ാമത്തെ പ്രിലിംസ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് പോകുന്നതുകൊണ്ട് എന്തായിരിക്കും, എപ്പോഴും ഒരു ഫ്രീ മൈൻഡഡ് ആയിരിക്കും. എക്സാം ഹാളിലൊരു ടെൻഷൻ ഉണ്ടാവാറില്ല. ലാസ്റ്റ് അറ്റംപ്റ്റ് ഒബ്വിയസ്ലി കഴിഞ്ഞ തവണ കിട്ടിയതുകൊണ്ട് ഓൾറെഡി ഒരു ബാക്കപ്പ് ഉണ്ട്, ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു മൈൻഡിലാണ് എഴുതി. പക്ഷെ എനിക്ക് അത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ ലക്ഷറി അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ഇതുവരെ ഫിലിംസ് പാസ്സാവാതെ എങ്ങനെയും ഫിലിംസ് പാസ്സാവാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ടെൻഷൻ്റെ പുറത്ത് മാത്രം ഒരുപാട് ഫിലിംസ് കിട്ടാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു വർക്കായത് എന്തായാലും ബേസിക്സ് നന്നായിട്ട് പഠിച്ചതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ 6 അറ്റംപ്റ്റിലും ഐലാൻഡ് ടെസ്റ്റ് സീരീസ് മാത്രമാണ് ചെയ്തത്. അത് പറഞ്ഞ ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വേറെ ഒരു ടെസ്റ്റ് സീരീസ് ഇതിലെടുത്തിട്ടില്ല. ഈവൻ പലരും ഇങ്ങനെ വിഷൻ്റെ പേപ്പറൊക്കെ എടുത്ത് വന്നാലും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാവരും അഭ്യാസം എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ ഇതൊരു അഭ്യാസം ചെയ്തിട്ടില്ല, ഒരു അഭ്യാസം കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ എനിക്ക് എക്സാം എഴുതുന്ന ടെക്നിക്സ് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടെസ്റ്റ് സീരീസ് എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ദെൻ അവിടെ ഫ്രഷായിട്ട് പോയിട്ട് OMR കറപ്പിക്കുന്നതിനേക്കാൾ നല്ല അതിന് മുമ്പ് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നതാണല്ലോ, അതിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യും. കറണ്ട് അഫയേഴ്സിന് അതിൻ്റെതായ പ്രാധാന്യം ഫിലിംസിനകത്തുണ്ട്. അപ്പം എയ്തർ ഐലൻഡ് ടെസ്റ്റ് സീരീസിൽ വന്ന ടോപ്പിക്സ് റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഐലൻഡ് കമ്പൈലേഷനോ അങ്ങനെ എന്തെങ്കിലും വായിക്കും. അപ്പോൾ ഇതായിരുന്നു ഒരു SOP. പിന്നെ എനിക്ക് തോന്നുന്നു ആദിലാണെങ്കിലും ആദിൽ 5 അറ്റംപ്റ്റ് എഴുതിയത്, 5 3 ഫിലിംസ് ക്ലിയർ ചെയ്തു. 2 ക്ലിയർ ചെയ്തായിരുന്നത് CSAT ആയിരുന്നു. GS മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു അതിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാവും. ഞാൻ പറയാനാണെങ്കിൽ ഞാനിപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നത് 2020 എക്സാമിനാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ഞാനിപ്പം പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പ്രഷർ എന്തായാലും നമ്മൾ കയറും, ഭയങ്കര ഫ്രീ ആയിട്ട്, ഭയങ്കര റിലാക്സ് ചെയ്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ക്ലിയർ ആവും. പക്ഷേ അതിൻ്റെ കൂടെ ഈ CSAT എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ CSAT-നെ പറ്റി ഞാൻ തീരെ ബോധമല്ല. CSAT ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യുന്നില്ല, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നില്ല, മറ്റേ എക്സാംസ് എടുക്കുന്നില്ല. ഞാനിവിടെ നമ്മൾ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്, അപ്പോൾ അതിൻ്റെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. CSAT സിമ്പിൾ ആണല്ലോ, അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കിട്ടുന്നൊരു ഇതുണ്ടായി. അപ്പം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് പ്രിലിംസിൻ്റെ എക്സാം എഴുതുന്നു. എക്സാം എഴുതിയപ്പം ലൈക്ക് ആദ്യത്തെ പ്രിലിംസ് ആണ്. അപ്പം നമുക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് പാടാണോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എളുപ്പമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതെന്തായാലും ഇനി ക്ലിയർ ആവില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ടാണ് CSAT എഴുതുന്നത്. അപ്പോൾ CSAT ഞാൻ പിന്നെ പോയി പേരിന് എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. ഒരു 33-34 ആകെ എഴുതിയുള്ളൂ. ലൈക്ക് സമയം ഉണ്ടായിരുന്നു. കോംപ്രിഹെൻഷൻ ഒന്നും ഒരെണ്ണം പോലും അങ്ങനെ എഴുതിയൊന്നുമില്ല. പിന്നെ കീ നോക്കിയപ്പോഴാണ്
GS-ന് ആ അതിലും ചതി ഞാൻ മനസ്സിലാക്കിയത്. GS-ന് മറ്റേ എന്തോ 120 മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കൊള്ളാലോ പൊളി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ പിറ്റേ ദിവസമാണ് CSAT-ന്റെ കീയും കൂടെ ഒന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ കീ നോക്കിയപ്പോൾ അതിന് കറക്റ്റ് 66 കട്ട് ഓഫിന്റെ ഒരു മാർക്ക് താഴെ 65 പോയിന്റ് എത്രയാണ് വന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ദിവസം മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ, മറ്റേ ആ ഒരു 120ന്റെ ഹൈപ്പ്. അപ്പം അത് ബേസിക്കലി എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ പോയതാണ്. ഞാൻ എന്തെങ്കിലും കുറച്ചെങ്കിലും സോൾവ് ചെയ്ത് നമ്മൾ പോകുമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ CSAT ക്ലിയർ ആവായിരുന്നു. പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ CSAT കുത്തിയിരുന്ന് ലൈക്ക് എക്സാംസ് ഒക്കെ എടുത്തു. പിന്നെ ആ വട്ടം CSAT നല്ല മാർക്കും കിട്ടി. ആ ഇന്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടി പറ്റി. അപ്പം ഇവിടെ മെയിൻസ് ക്ലിയർ ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലാദ്യം വന്നത് ഇനിയിപ്പം എന്തെങ്കിലും ബാക്കപ്പ് പോലെ പഠിപ്പിച്ചെങ്കിലും ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പം മെയിൻസ് നമ്മൾ ക്ലിയർ ആകുമ്പം നമ്മൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഇപ്പം വൺസ് യു ക്ലിയർ മെയിൻസ് യു ആർ എലിജിബിൾ ഫോർ ടു ടീച്ച്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ളൊരു പണിയെടുത്താണെങ്കിലും ജീവിക്കാമല്ലോ എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്തും ഇന്റർവ്യൂ കിട്ടിയില്ല. അപ്പോൾ ഇന്റർവ്യൂ കിട്ടാത്തപ്പോൾ ഞാൻ വീണ്ടും റിസൾട്ട് വന്നതിന് ശേഷം ആദ്യം നിഖിൽ സാറിനെ വിളിച്ചായിരുന്നു. സാർ എന്തെങ്കിലും പണി വേണമെന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ ഒക്കെ വിളിച്ചായിരുന്നു. ഇപ്പോൾ പുള്ളി ഇവിടെ ആദ്യം മെൻറ്റർഷിപ്പ് എടുത്തു, പിന്നെ PCM മെൻറ്റർഷിപ്പ്, ആദ്യം MTS മെൻറ്റർഷിപ്പ് ആണ് എടുത്തു, പിന്നെ PCM, പിന്നെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു 3 കൊല്ലം നല്ല പണിയായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള അറ്റംപ്റ്റ് ഒക്കെ ഞാൻ ലൈക്ക് പഠിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂടെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ക്ലാസ്സസ് എടുക്കുന്ന അതിൻ്റെ കൂടെ ലൈക്ക് പാർട്ട് ടൈം പോലെ ആയിരുന്നു പ്രിപ്പറേഷൻ പിന്നീടുള്ള ലൈറ്റർ സ്റ്റേജിൽ. പിന്നെ വലിയ പ്രശ്നമില്ലാതെ ലൈക്ക് പ്രിലിംസും അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആകാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൻസും എഴുതുന്നു. പഠിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും വന്നില്ല. അതും ഒരു മെയിൻ കാരണം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മേ ബി ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതുകൊണ്ടാവാം. നേരത്തെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്തൊക്കെ ലൈക്ക് നമ്മൾ വീട്ടിലാരോടൊക്കെ ലൈക്ക് പൈസ ചോദിക്കണം. അതിന് മുന്നേ ഒരു 1 year വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ വീണ്ടും ചോദിക്കാനൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതും ഇന്നവേ എന്നെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയൊക്കെ ആയിരുന്നു പോയത്. ഓക്കെ, ഇപ്പോൾ കിരണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കിരൺ ആക്ച്വലി ആദ്യമായിട്ടാണ് പ്രിലിംസ് കയറുന്നത്. ഇത്തവണ തന്നെ റാങ്ക് ലിസ്റ്റിനും വന്നു. അപ്പം ഇത്തവണ എന്താണ് വ്യത്യസ്തമായിട്ട് പ്രിലിംസിന് ചെയ്തത്? ആദ്യം പറഞ്ഞ പോലെ എനിക്ക് GS-ന് മാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ 4 അറ്റംപ്റ്റിനും. CSAT ആണ് ഞാൻ രക്ഷപ്പെട്ടു പോകാത്തത്. അപ്പം എനിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ടേ ഞാൻ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്, മാത്സിന് റാങ്ക് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ആ ധൈര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം കൊടുത്തില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് രക്ഷപ്പെടും എന്നൊരു ധൈര്യമായിരുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ 4ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോൾ രാഹുലൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, IPTS ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പുള്ളി തന്നെ രാത്രി ഓരോ ടാസ്ക് പോലെ ഓരോ ക്വസ്റ്റ്യൻ ലൈക്ക് സോൾവ് ചെയ്യാൻ തന്നിരിക്കും. ഞാൻ അതും വെച്ചോണ്ടിരിക്കും, സോൾവ് ചെയ്യും. അപ്പം പുള്ളി പറയും ഈ ടോപ്പിക്സ് എല്ലാം പഠിക്കേണ്ട, ഇന്ന ടോപ്പിക്സ് വന്ന് നോക്കിയാൽ മതി. പക്ഷേ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയപ്പോൾ ഞാൻ ലൈക്ക് CSAT-ൻ്റെ ഒരു April May മാസം കൃത്യം 2 to 4 CSAT ടെസ്റ്റ് എടുത്തിരിക്കും. GS എടുത്തില്ലെങ്കിലും CSAT എടുക്കും എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് എന്ത് കാരണവശാലും അത് മാറ്റത്തില്ല. ആ അറ്റ്മോസ്ഫിയർ, എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ കണ്ട് തന്നെ ഞാൻ CSAT എടുക്കാൻ തുടങ്ങി. അങ്ങനെ ലിറ്ററലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങി. പിന്നെ IPTS-ലെ എല്ലാ CSAT-ഉം ക്ലിയർ ആയി തുടങ്ങി. ഇംഗ്ലീഷിന് വേണ്ടത്ര വെയിറ്റേജ് കൊടുക്കാൻ തുടങ്ങി. 1 മണിക്കൂർ മാത്സും 1 മണിക്കൂർ ഇംഗ്ലീഷും. അങ്ങനെ ലിറ്ററലി CSAT-ന്റെ സ്കോർ. പിന്നെ രാഹുൽ എൻ്റെ പറഞ്ഞായിരുന്നു CSAT ചെയ്യുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ വേണം ലൈക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. അത് 40, 44, 48 എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. 53 ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു 3 ക്വസ്റ്റ്യൻ ബ്ലൈൻഡായിട്ട് ചെയ്യുക. വലിയ വ്യത്യാസം വരത്തില്ല, പക്ഷെ ഒരു ശരിയായ നമുക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിപ്പം എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ആരോടും പറഞ്ഞത് അതെങ്ങനെ CSAT ചെയ്യുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പം ആ ഒരു പ്രാക്ടീസിലൂടെ തന്നെ CSAT-ലോട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഈ CSAT-ന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നത്, ഇപ്പം പണ്ട് ഞാനിവിടെ PCM പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ IR പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വരുൺ എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ പുള്ളിക്ക് CSAT-ന്റെ പ്രശ്നം വന്ന് ഇങ്ങനെ CSAT പോകുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു, നമ്മളിപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പം ഒരു വട്ടം CSAT പോയി, അപ്പം വീണ്ടും 2 വട്ടം CSAT പോയെന്നൊക്കെ പുള്ളി വിഷമത്തിൽ പുള്ളിയുടെ കഥകൾ പറയുകയാണ്. അപ്പം ഞാനും ഇവനൊക്കെ കുറച്ച് ഇതിൻ്റെ ഏകദേശം ബാക്കിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു 2 വട്ടമൊക്കെ CSAT പോകും മണ്ടൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം എൻ്റെയും CSAT 2 വട്ടം പോകുന്നു. ഞാനും അതേ IR തന്നെ ഐലൻഡിൽ പഠിപ്പിക്കുന്നു. മറ്റേ കർമ്മ ബിച്ച് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 വട്ടം CSAT പോയാൽ ഇപ്പോൾ ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ടു ടീച്ച് IR. ഞാൻ കിരണിനോട് തന്നെ ചോദിക്കുകയാണ്. അതായത് ഇപ്പം പലപ്പോഴും സ്റ്റുഡൻസിന് ഇതുപോലെ പ്രിലിംസ് പ്രശ്നമാകാറുണ്ട്. ചിലർക്ക് GS ആയിരിക്കും, ചിലർക്ക് CSAT ആയിരിക്കും. അപ്പം അതേസമയം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, ചെറിയ മാർക്കിന് വീണ്ടും അവർ ക്ലിയർ ആകാതെ പോകുന്നു. എന്നാൽ അവർ വളരെ ഡിറ്റർമൈൻഡ് ആണ്, അവർ വീണ്ടും ട്രൈ ചെയ്യുന്നു.
പക്ഷെ എപ്പോഴേലും അവർ പ്രിലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് എല്ലാം ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റാതെ പോകും. ഓക്കെ, പലപ്പോഴും അവർ ഈ പ്രിലിംസിൻ്റെ ഒരു ഒബ്സഷൻ കാരണം മെയിൻസ് ചെയ്യാതെ പോയതായിരിക്കാം. അപ്പോൾ സത്യത്തിൽ താങ്കൾ പ്രിലിംസിനോടൊപ്പം മെയിൻസും കൂടെ ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്തവണ തന്നെ ഫുള്ള് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തത്? ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ മെയിൻസ് ലൈക്ക് ഐലൻഡ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ചേർന്നതേ ഉള്ളൂ. കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കോവിഡ് ആയപ്പോൾ എക്സാം എക്സ്റ്റെൻഡ് ആയി. അപ്പം അല്പം കൂടി പ്രിലിംസ് പ്രിപ്പയർ സമയം കിട്ടും. അപ്പോൾ പ്രിലിംസിലെ എല്ലാ ടോപ്പിക്കും നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് 2ാമത്തെ അറ്റംപ്റ്റ് ആയപ്പോഴാണ് ഞാൻ ആ സെയിം പാറ്റേൺ ആയിരുന്നു. അപ്പോൾ 2ാമത്തെ അറ്റംപ്റ്റ് പാസ്സാവാത്ത സമയത്തായിരുന്നു എനിക്ക് മനസ്സിലാക്കിയത് മെയിൻസ് എന്ന കടമ്പയുണ്ട്. ലൈക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം നമ്മൾ. അതോടൊപ്പം ജോഗ്രഫി ഉണ്ട്, എൻ്റെ ഓപ്ഷൻ ജോഗ്രഫി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത പ്രിലിംസ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഡിസംബർ ഒരു 6 മാസം സമയമുണ്ട്. ഈ 6 മാസം സമയം കൊണ്ട് നമ്മുടെ ലൈക്ക് മെയിൻസിൻ്റെ നോട്ട്സ് റെഡി ആയിരിക്കണം. അടുത്ത വർഷം പ്രിലിംസ് പാസ്സാവുകയാണെങ്കിൽ എനിക്ക് മെയിൻസിന് വേണ്ടി നോട്ട് ഉണ്ടാക്കാൻ സമയം കളയണ്ട, എനിക്ക് റിവിഷന് മാത്രം നോട്ട് മതി എന്ന മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഓപ്ഷനാണ് ശരി, മെയിൻസ് ആണ് ശരി. അപ്പോൾ ഞാൻ മെയിൻസിന് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ചേർന്നായിരുന്നു. അപ്പം എനിക്ക് അസൈൻ ചെയ്ത മെൻറ്റർ വിഷ്ണു ചേട്ടനായിരുന്നു. അപ്പം ലൈക്ക് അപ്പോൾ എൻ്റെ എല്ലാ ആൻസേഴ്സും വിഷ്ണു ചേട്ടൻ ഫീഡ്ബാക്ക് തരുമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ റൂംമേറ്റ്സും ഉണ്ട്, അവരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ നോട്ടുകളുണ്ട്. അത് ഞാൻ രാവിലെ ഉണ്ടെങ്കിൽ ആദ്യം നോട്ട് എടുത്തിട്ട് അവരുടെ പാറ്റേൺ നോക്കി ലൈക്ക് എന്താണ് മെയിൻസ് നോട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ. നമ്മൾ ഓവറോൾ സമയം കളയുന്നതല്ല. അപ്പോൾ ഡിമാൻഡ് ആവശ്യമുള്ള എല്ലാ നോട്ടും എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തിയാണ് ഞാൻ 6 മാസം ചെയ്തത്. അടുത്ത അറ്റംപ്റ്റിന് കിട്ടിയില്ല. ഞാൻ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തത്. അത് 4ാമത്തെ അറ്റംപ്റ്റ് ഞാൻ കൂടുതലും എത്തിക്സിനും SAയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓപ്ഷനിൽ കൈവിട്ടിട്ടില്ല. ഓപ്ഷനിൽ എന്ത് സംഭവിച്ചാലും ഓപ്ഷനിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മെയിൻസിൻ്റെ കുറേ സ്റ്റാറ്റിക് പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ GSൻ്റെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ്, അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും കറണ്ട് അഫയേഴ്സായിട്ട് ലിങ്ക് ചെയ്യാനും ആൻസർ റൈറ്റിംഗ് ലൈക്ക് നമ്മുടെ ഓരോ വർഷം നമ്മുടെ ആൻസർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അത് ഇവരെ ആൻസറായിട്ട് കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ലിറ്ററലി ഇൻട്രോ, വേ ഫോർവേഡ്, കൺക്ലൂഷനൊക്കെ എല്ലാം ശരിയാക്കാൻ ഞാൻ മാപ്പിൻ്റെ പ്രോഗ്രാം യൂസ് ചെയ്തത്. അപ്പോൾ മാപ്പിൻ്റെ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രിലിംസ് റെഡിയാവും. അപ്പോൾ അടുത്ത IPTS എടുക്കുന്നു, അടുത്ത സൈക്കിളോട്ട് പോവുകയാണ്. ഇതിൽ നോട്ട് പ്രിപ്പറേഷൻ മെയിൻസിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കാരണം അവസാനം ഈ എക്സാം എല്ലാം കൂടെ അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റിയ നോട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ. അപ്പം ആദ്യം എങ്ങനെയാണ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തത്? ഞാൻ ഈ മെയിനായിട്ട് ജോഗ്രഫിയുടെ നോട്ട്സും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഡ്യൂറിങ് കോവിഡ് ടൈമിലാണ്. അപ്പം ആദ്യം തന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോട്ട്സും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കോവിഡിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ പോയില്ല, ഞാൻ ഇവിടെ കൈൻഡ് ഓഫ് ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൗൺ ആണ്, വേറെ ഒരു പണിയില്ല. അപ്പം ആ സമയത്ത് ആ സമയത്താണ് ഈ കുക്കിംഗ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ റൂമിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ആണ് ഞാനും ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഇപ്പം ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ലൈക്ക് കുറച്ച് കുക്ക് ചെയ്താൽ പേടിയാണ്. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ തികഞ്ഞില്ലെങ്കിൽ വിശക്കൂല്ലോ, വേറെ പുറത്ത് പോയി കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കുക്ക് ചെയ്യുമ്പം പിന്നെ ഇത് കൂടുതൽ പോയാൽ വെക്കാൻ ഫ്രിഡ്ജും ഇല്ല. അപ്പം ഞാൻ തന്നെ ഫുള്ള് തിന്ന് തീർക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വീർത്തൊക്കെ വന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ സമയം കുക്ക് ചെയ്ത് പോകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ സിനിമകൾ കണ്ടു. എന്നാലും കുറേ ഇങ്ങനെ ഭ്രാന്താൻ തുടങ്ങും, ഒന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനെ ഇരുന്ന് കുറേ നോട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് ജോഗ്രഫിയുടെയും ചില സബ്ജക്റ്റിൻ്റെ ഒക്കെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചു ആ ടൈമിൽ തന്നെ. പിന്നെ അതല്ലാതെ പിന്നെ നോട്ട് എൻ്റെ എന്നാലും കൈൻഡ് ഓഫ് GS സബ്ജക്റ്റിനൊന്നും അത്ര സഫീഷ്യൻ്റ് ആയിരുന്നില്ല. അത് ഞാൻ ആദ്യത്തെ മെയിൻസ് എഴുതുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വ്യക്തമായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെയിൻസിന് ആക്ച്വലി പ്രിലിംസ് ക്ലിയർ ആയതിനു ശേഷം മെയിൻസിൻ്റെ സമയത്ത് കൂടുതൽ നമ്മൾ റിവിഷന് ആയിരിക്കണം ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ സമയത്ത് നോട്ട് ഉണ്ടാക്കാൻ പോയത് കൊണ്ടൊക്കെ എൻ്റെ കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ കേസിൽ നമ്മൾ ആ ഒരു പ്രിലിംസിനൊക്കെ മുന്നേ തന്നെ മെയിൻസിനെ നോട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് മെയിൻസിന് എനിക്ക് ആ ഒരു പ്രശ്നം വന്നു, നോട്ട്സ് അത്ര സഫീഷ്യൻ്റ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം അതിന് ക്ലാസ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ ഐലൻഡിൽ ജോലി എടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അപ്പം ഒരു മാപ്പിൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടായി. അപ്പം മാപ്പ് ഗ്രൂപ്പിലുള്ള നമ്മളെല്ലാവരും കൂടെ ലൈക്ക് പിള്ളേരൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം പാർവതി, ആർഷ, മുനവർ ഇവരൊക്കെ ഇൻ്റർവ്യൂ പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന്, പിന്നെ വിഷ്ണു കുറേ പേരുണ്ടായി, എല്ലാവരുടെയും ആരെയും വിട്ടുവെന്നല്ല. അപ്പം നമ്മളെല്ലാവരുടെയും ഒരുമിച്ചിരുന്ന് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം അന്ന് പൊളിറ്റിയുടെയും കൈൻഡ് ഓഫ് കുറേയൊക്കെ സ്റ്റാറ്റിക് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ആ നോട്ട് നമുക്ക് ഈവൻ ഇന്ന് നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും കുറേ നോട്ട് ഉണ്ടാക്കി. പിന്നീട് അല്ലാതെ ലൈക്ക് പത്രം വായിക്കുമ്പം കാണുന്ന സാധനങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. അതിപ്പം പർട്ടിക്കുലർലി പോയിന്റ്സ് മാത്രമായിരിക്കില്ല, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രൈസസ് ഒക്കെ കാണില്ലേ, അപ്പോൾ ആ ഫ്രൈസസും ചുമ്മാ നോട്ട് ചെയ്ത് വെക്കും. അതും എവിടെയെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. എനിക്ക് ഇവരോട് ഭയങ്കര അസൂയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തേക്ക് ഇവൻ്റെ കയ്യിൽ എല്ലാത്തിനും നോട്ട്സ് ഉണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ, ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ, സകല സാധനങ്ങൾക്ക് നോട്ടുണ്ട്.
എനിക്കാണെങ്കിൽ ഒന്നിനും നോട്ടില്ല. ഞാൻ ക്ലാസ്സിൽ എഴുതിയ അതിങ്ങനെ ഉറക്കത്തിനിടയിലൊക്കെ എഴുതിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോ അറ്റംപ്റ്റിലും വിചാരിക്കും നോട്ട് ഉണ്ടാക്കണം, പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ല. ഈവൻ ലാസ്റ്റ് അറ്റംപ്റ്റും ഞാൻ ഏതൊക്കെയോ ടോപ്പേഴ്സിൻ്റെ നോട്ട് അടിച്ച് മാറ്റിയിട്ടാണ് പഠിച്ചത്. കുറേയൊക്കെ കുറച്ചിനും എണ്ണത്തിനുണ്ട്, പക്ഷേ ഇൻ ജനറൽ കുറേ ടോപ്പിക്കിനൊക്കെ ഞാനിങ്ങനെ ഏതെങ്കിലും ടോപ്പേഴ്സ് നോക്കിയിട്ടാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി വരെ വർക്കാവും. പക്ഷേ ഒരു പേഴ്സണലൈസ്ഡ് നോട്ട് എന്തായാലും ആ ഒരു ലെവലിലേക്ക് വേറൊരു ടോപ്പറിൻ്റെ നോട്ട് എത്തില്ല. കാരണം നമുക്ക് ആ ഒരു നോട്ടിനോട് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ കസ്റ്റമൈഡ് ആയിരിക്കുമല്ലോ, നമ്മുടെ നീഡിനനുസരിച്ചായിരിക്കുമല്ലോ. അപ്പം ചില ടോപ്പേഴ്സ് നോട്ട്സിലേക്ക് എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല ഈ കോഡ് എന്താ, അത് ഡീകോഡ് ചെയ്യാൻ വേറെ സമയം വേണം. അപ്പോൾ ഈ നോട്ട് മേക്കിംഗ് ഡെഫിനറ്റ്ലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ ഈ സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്തത്. അപ്പം അത് ചെയ്തുകൊണ്ട സമയത്താണ് രാഹുലിനെ പറഞ്ഞ നോട്ട് ഡിജിറ്റലാക്കി കൂടെ എന്ന്. പിന്നെ അടുത്തൊരു വർഷം എല്ലാം ഡിജിറ്റലാക്കി. പിന്നെ ഒരു തിരിച്ചു നോക്കുന്നുണ്ടായിട്ടില്ല. ഇതിൽ ഞാനൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ക്രിസ്പായിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. അത് ഒരു മെയിൻ നോട്ട് കൂടാണ്ട് കുറച്ചും കൂടി ഒരു ലാസ്റ്റ് മൊമെന്റ് റിവിഷനൊക്കെ വേണ്ടിയുള്ള അങ്ങനെ ഉണ്ടായിരുന്നോ? നമുക്കൊരു ഫാക്ട്സ് ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ചില ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫാക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി ചെറിയൊരു ബുക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ ചെയ്യുന്ന മെയിൻ നോട്ട് ലൈക്ക് ലിറ്റററി ഒരു മെയിൻസിന് ആൻസർ വരേണ്ട എല്ലാ പോയിന്റ്സും അത് ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തത്. പ്രിലിംസിന് വേണ്ടി ഞാനങ്ങനെ ചെയ്തിരുന്നു. അത് ആക്ച്വലി ടെസ്റ്റ് സീരീസ് എടുക്കുമ്പം അറിയാത്ത കാര്യങ്ങളൊക്കെ പുതിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒന്നിച്ചൊറ്റ നോട്ടിലങ്ങനെ എഴുതും. ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ക്വിസിന് പഠിക്കുമ്പം എഴുതി പോകാറില്ല നോട്ടിൽ, അതുപോലെ ഇങ്ങനെ എഴുതും. അപ്പോൾ അതൊന്നുകൂടി വായിക്കുമ്പം ഒന്നാമത്തെ കാര്യം കുറച്ച് ചെറിയ നോട്ടായിരിക്കും. പിന്നെ എല്ലാ ടെസ്റ്റിലും അറിയാത്ത കാര്യങ്ങൾ ഒന്നിച്ച് എഴുതി വെച്ചുകൊണ്ട് അത് വായിക്കുമ്പം എല്ലാ ടോപ്പിക്കും വായിച്ചൊരു ഫീലിംഗ് കിട്ടും. ലൈക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഒരു എല്ലാം കവർ ചെയ്തുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയ ബുക്ക് തന്നെ ആയിരിക്കും, കാരണം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ വാസ്റ്റായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മതി. കാരണം മെയിൻസിൻ്റെ ആ ഇൻ്റർവൽ സമയത്ത് ഇരിക്കുമ്പോൾ ജസ്റ്റ് ടെൻഷൻ അടിക്കേണ്ട, മറിച്ച് നോക്കിയാൽ മതി. ആ ഒരു ചെറിയൊരു ബുക്ക് തന്നെ ആയിരിക്കും. എനിക്ക് വരുവാണെങ്കിൽ എനിക്ക് 2 വട്ടവും ഇന്റർവ്യൂ വന്നപ്പോൾ തന്നെ ഏറ്റവും ഏകദേശം ആദ്യം തന്നെയാണ് ഇന്റർവ്യൂ കിട്ടിയത്. അതിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പിയർ മോക്ക് എന്ന സ്ട്രാറ്റജി കൊണ്ടുവന്നത് നമ്മുടെ അക്കാഡമി തന്നെയാണ്. പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ഇതിലേക്ക് സിവിൽ സർവീസിനോട് ജെന്യൂൻ ആയിട്ടുള്ള താല്പര്യത്തോടുകൂടി വരുന്ന ഒരു സ്റ്റുഡൻറ് സെറ്റിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട്, അപ്പോൾ ആ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. കൃത്യമായിട്ട് ഒരു നല്ല ഫ്രീക്വൻസിയിൽ തന്നെ ആൻസേഴ്സ് എഴുതണം, നല്ല ഫ്രീക്വൻസിയിൽ ഒരു ടെസ്റ്റ് സീരീസ് ക്ലാസ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. എല്ലാവരും പറയുമ്പം ലൈക്ക് ഇത്ര വേഴ്സ് പഠിക്കണം, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മളിത് എല്ലാവരും ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ കൈൻഡ് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും.